അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. എടോ, ഇന്നേ ഇവന്റെ വൈവാഹിക നിശ്ചയോ അല്ലാതെ തന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല. പോടോ. വാടോ. എടോ, താങ്കൾ ഇന്നൊരു കോടീശ്വരനാവാൻ പോവുകയാണ്. ഈ മോതിരം മാറലിലൂടെ താങ്കളുടെ സ്വഭാവവും മാറരുത്. മക്കളോ നിക്കടാ, ഒന്ന് എണ്ണ എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. സുന്ദരനായിരിക്കുന്നു. മോതിരം എടുത്തല്ലേ? ഉപ്പും ചാക്ക് പോലെ നിക്കോ. മുമ്പിൽ വാ, ചെലപ്പോ ഫോട്ടോ വീഡിയോ പിടിക്കും. വലത് കാലെടുത്ത് ഓടി തട്ടി വീഴല്ലേ, നാശമാകും. തീപ്പൊരി പതുക്കെ സംസാരിക്കൂ. ഈ തള്ള കയറൂരി വിട്ടിരിക്കുകയാണോ? ഇവരെന്താ ഇങ്ങനെ? എല്ലാരും എവിടെങ്കിലും ഒക്കെ നിൽക്കൂ, ഞാൻ പോയി സൈഡിയെ കണ്ടിട്ട് വരാം. സ്വാമി പാദം. എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. ഞാൻ ഇവരോടല്ല നിങ്ങളോടാ ചോദിച്ചത്, പക്ഷെ ഇവരാണെന്ന് തെറ്റിദ്ധരിച്ചു. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ? ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. അയ്യോ, ഇത് കാലിക്കുപ്പിയാ. മൂടി അയക്കടാ. മൊരിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല മോളെ. അവരവിടുന്ന് ചെറുക്കന് കൂട്ടിലെത്തി. ഞാൻ കണ്ടു. കണ്ടോ? കണ്ടല്ലേ? എപ്പ കണ്ടു? എന്തിനാ കുട്ടികളെ അകന്ന് നിൽക്കുന്നത്? നിങ്ങൾ അടുത്ത് നിൽക്കേണ്ടവരല്ലേ? ഓ, മേഡ് ഫോർ ഈച്ച് അതർ. ചൂട്ടിനേക്കാൾ നല്ല മുണ്ട് ഷർട്ടാ. അതാകുമ്പോ അഴിച്ചു കൊടുക്കുകയും ചെയ്യാം, മടക്കി കുത്തുകയും ചെയ്യാല്ല. അയ്യോ, കൈ മാറിപ്പോയാ. അത് സ്വാമി, മണവാളന്റെ കസേര ഒഴിഞ്ഞെടുക്കാണല്ലോ. കക്ഷി എവിടെ? ഞാനവനെ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. ഇത് മണവാളച്ചെറുക്കന്റെ അച്ഛനാണ്. ഹലോ, ജി.വി. പ്രസാദ്. ഹലോ. അവൻ അവിടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്നാ നിങ്ങൾ സംസാരിച്ചു നോക്ക്. ഞാൻ തന്നെ കക്ഷിയെ വിളിച്ചാ കസേരയിൽ ഇരുത്തിക്കോളാം. ഹലോ. ഹലോ, മണവാളന്റെ ആളാണോ? അതെ, മുംബൈയിൽ നിന്ന് ഞാനും മണവാളൻ ഒന്നിച്ചാ വന്നത്. എന്തേ? മണവാളനെ കസേര കൊണ്ടിരുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? സേഠ്ജി പറഞ്ഞു. സേഠ്ജി പറഞ്ഞു? ആ കസേരല്ല. അതെ. ഇവൻ ഇത്രയും വലിയ ആളായ സൂര്യമണ്ഡലം ഉയർന്നിരിക്കുക. ഒരു മിനിറ്റ്. ഇയാളാണോ മണവാളൻ? അയ്യേ. അല്ല, അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് ഇരുത്തിക്കോ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഇത് കളക്ടർ സോമസുന്ദരൻ, ഇതാണ് മണവാളൻ. ഞാൻ സേഠ്ജി തമ്മിൽ വർഷങ്ങളുടെ പരിചയ. ബൈ ദ വേ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക് ആൻഡ് വീഡിയോ പൈറസി ഓഫ് ഇന്ത്യ. താങ്ക് യു. അതെ, മണവാളെന്ന് പുള്ളിയുടെ പേരാ. ഇതാണ് പയ്യൻ. ഇതാണ്. നമസ്കാരം. ഞാനും അതാ വിചാരിച്ചത്, ഈ സേഠ്ജിക്ക് എന്ത് പറ്റിന്ന്. ഞാൻ ഈ കളക്ടറെ കേട്ടിട്ടേ ഉള്ളൂ. ഈ സാധനത്തെ ആദ്യമായിട്ടാ നേരെ കാണുന്നത്. ഇതിപ്പം തൊട്ടാ സാധാരണ ഒരു വയറൻ, അല്ലാതെ വിവരം ഇല്ല, ഉയരോ ഇല്ല. അവരുടെ വിചാരം കളക്ടർ തന്നെ വലിയൊരു ആളാണെന്നാ. മാഷു വാ ബൈ. മോനെ ഇവിടെ ഇരിക്കെ, ഞാൻ വന്നവരേക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യട്ടെ. ഓക്കെ? അതെന്താ അങ്ങനെ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരിക്കില്ലേ? പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും എത്തി. ഓ, അത് ശരി. സാർ, ഈ തടിവെട്ടുകാരൻ അല്ലേ, വെടിക്കെട്ടുകാരൻ കാരന് ഹരീഷിന്റെ ഏട്ടനാ. ഏട്ടൻ. നമ്മള് തമ്മില് ഇതുവരെ ഒന്നും പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പൊ പരിചയപ്പെട്ടില്ലേ, പിന്നെന്താ? ഇദ്ദേഹത്തെ ആ ചെയറിലേക്ക് ഇരുത്തു. ഞാൻ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന്. ഓക്കെ. ആ കാണുന്ന കസേരല്ലേ? അതെ, എനിക്ക് സേഠ്ജിയോടൊന്ന് സോറി പറയണം. എന്തിന്? ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിലോ? എന്ത് മണ്ടത്തരയി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്ന ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ആണോ? ആ
ഇരിക്കെ. ഈ ഒരു മിനിറ്റ്. സാർ സാർ, അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. പിടിച്ചു മാറ്റവനെ. ഇപ്പൊ മാറ്റി തരാം. ഇവരൊക്കെ ആരാ? അത് താൻ അറിയണ്ട. യെസ് സാർ. ഓ റാൽഫ്, ഐ ആം സോറി. എക്സ്ക്യൂസ് മീ. ഇരിക്കെ. 1 മിനിറ്റ് പ്ലീസ്. 1 മിനിറ്റ്. ഇങ്ങോട്ടാണ് വരണം. കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോ. എനിക്ക് ദാഹിക്കുന്നില്ല. കഴിച്ചോളൂ, ദാഹിക്കും. ഇനി കഴിക്കണ്ടല്ലോ. വല്ലയിടത്തും കയറി ഇരുന്ന്. ഇതൊക്കെ മൂടി വെച്ച് ഓരോരുത്തർ കാവലും നിൽക്കണ്ടല്ലോ. ആരെങ്കിലും എടുത്തോണ്ട് ഓടുന്നു വിചാരിച്ചിട്ടാ. ഇതൊന്നും തുറന്നേരെ ഇറക്കാം. വളരെ നന്നായി. മോൻ എന്താ ഇവിടെ ഇരിക്കണേ? ഇവിടെയാണോ ഇരിക്കണേ? ബാ ബാ വാ. സോറി. വാ. വേഗം പോ. എന്തായി? പേടിയണ്ട. ഏ? പേടിയണ്ട. ഇല്ല. ഒരെണ്ണം താങ്ങിക്കോ. ആർക്കിട്ട്? കണ്ണു സർവത്തിടെ ചെന്ന് 2 വീശിക്കോ. പേടിക്കണ്ടെന്ന് കാശ് കൊടുക്കണ്ട. ഒന്നും ശരിയാവില്ലെന്ന്. അല്ല, ഇത് എന്റെ എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി അല്ലെ? ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. എടോ, തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ. ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്ത് തരാം. വന്ന കാറ് എന്ത്? ഒന്നെങ്കിൽ വന്നേ. സോറി. വന്നേ. ആ കാറിന്റെ ഡ്രൈവർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ഇവിടെ നിൽക്കുക, അത്ര തന്നെ. ഹലോ. ഇനി ആ കസേര കയറി ഇരുന്നല്ലേ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ചോദിക്കാൻ മറന്നുപോയി. കുടിക്കാൻ എന്തെങ്കിലും ആവാം. സോഡ ഒഴിക്കണ, വെള്ളം ഒഴിക്കണ? അതൊന്നും വേണ്ട. ഡ്രൈയാ? ചങ്കുപാടി പോകുമ്പോണ്ടേ. അതെ അച്ഛാ, ഒരാള്. സാർ, ഐ ആം ജി വി പ്രസാദ്. എന്റെ മകൻ രമേശ് പ്രസാദ്. ഇവനാണ് ചെറുക്കൻ. അപ്പൊ ആദ്യം ഒരാളെ പരിചയപ്പെട്ടതോ? ആദ്യം പരിചയപ്പെട്ടത് മണവാളൻ, പിന്നെ പരിചയപ്പെട്ടത് പയ്യൻ. അപ്പൊ ഇതോ? ഇതായാളുടെ ചക്കൻ. പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ സർ, ഒന്നിങ്ങി വന്നാട്ടെ. ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? ഞാൻ പയ്യന്റെ ബന്ധുക്കാരൻ. ഏതൊരു മണവാളന്റെ കാര്യം പറഞ്ഞല്ലോ. അത് ദുബായിന്ന് ബോംബെ വഴി ധർമ്മേന്ദ്രൻ കൂടെ വന്നില്ലേ? ധർമ്മേന്ദ്രൻ ഒന്നുണ്ടോ? പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ട് വരും. താനാരാ? ധർമ്മേന്ദ്ര അച്ഛനാ? എന്നാ ഒന്ന് കാണണമല്ലോ. അതല്ല, ധർമ്മേന്ദ്രൻ ഒന്ന് കാണണമല്ലോ. ധർമ്മോ, ഇതാണ് ധർമ്മേന്ദ്ര. മേരാനാം നിങ്ങളുടെ ദോസ്ത്. താനെന്താ മനുഷ്യനെ കളിയാക്ക? ധർമ്മേന്ദ്രനെ കണ്ടാ മനസ്സിലാക്കാൻ കാഴ്ചയുള്ള കണ്ണെനിക്കുണ്ട്. ഇത് നല്ല കൂത്ത്. ഇയാള് പറയണ താൻ ധർമ്മേന്ദ്ര അല്ലെന്ന്. അപ്പൊ താൻ കള്ളപ്പന്നിയാണോ ബോംബെന്ന് വന്നത്? ഏത് കള്ളപ്പന്നിയാണാ പറഞ്ഞത്? കള്ളപ്പന്നി അല്ല, നീ വെള്ളപ്പന്നി. നീ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടേന്ന്. ഞാൻ ധർമ്മേന്ദ്രല്ലേ നിന്നോട് ആരാടാ പറഞ്ഞത്? ഞാൻ മണവാളന്റെ അച്ഛനാ. മണവാളിന്റെ അച്ഛനാ? മണവാളിന് ഇത്രയും ഭംഗിയുള്ള തന്തയുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടാ പറയില്ല. ഒരു മാച്ചുമില്ല. ഒരെണ്ണം പിടിപ്പിക്കണം. പിടിച്ചതൊക്കെ മതി. മണവാളിനെ കാണാ. ആവോ തന്താജി. ഇതാണ് അന്നദാന രേഖ. ഞാൻ എന്താ കാക്കാല്ല. വസുതി വാങ്ങട്. ഇതാണ് ഒരു കൈ. ശരിക്കും ഹസ്തരേഖ ശാസ്ത്രം. നിന്റെ അച്ഛൻ? അച്ഛൻ? ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എന്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എന്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഇയാൾ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. നോ, എനിക്ക് ഇങ്ങനത്തെ ഡാഡി വേണ്ട. നിങ്ങൾക്കറിയോ, 3-ാമത്തെ വയസ്സിൽ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പോൾ പള്ളിയിലെ അച്ഛന്മാരെ കാട്ടിത്തന്ന് തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. എന്താ എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ഇവരൊക്കെ? ഇവിടെ ഒരുത്തൻ ധർമ്മേന്ദ്ര എന്നും പറഞ്ഞ് എന്നെ തൂണിച്ചാടി എടുത്ത് ഇടിച്ചു. ഇവന്റെ അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ അടിച്ചു. ഇവന്റെ അമ്മയെ ഞാൻ ചതിച്ചു അത്രേ. എന്റെ അമ്മയെ ചതിച്ചില്ല പിന്നെ ഞാനങ്ങനെ എന്തായി? ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും അത് പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്?
പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? സാറേ എന്റെ പൊന്ന് സാറേ, അങ്ങയുടെ മകള് സ്നേഹിച്ച ഈ ഹരികൃഷ്ണനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് സാറ് പറഞ്ഞനുസരിച്ച് ഞാനല്ലേ പോയി കല്യാണം ഉറപ്പിച്ചത്. എന്നിട്ട് സാർ ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിച്ച സ്മോൾ അടിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം, കുറച്ച് ധൈര്യം ഉണ്ടോന്നേ. ഇപ്പൊ കെട്ടിറക്കാം. താൻ എന്താണോ പറഞ്ഞത്? എന്റെ മകൾ ഈ തെണ്ടിയെ സ്നേഹിച്ചു വന്നു. അവൾ ഇഷ്ടപ്പെട്ടതും ഞാൻ ഉറപ്പിച്ചതും ഈ നിൽക്കുന്ന രമേശുമായിട്ടുള്ള വിവാഹമാണ്. എന്റെ മകളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ഇവനുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. താനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നവരെ താൻ തന്നെ പറഞ്ഞു വിടണോ അതോ ഞാൻ ആട്ടിപ്പുറത്താക്കണോ? ആട്ടിപ്പുറത്താക്കാൻ വരട്ടെ. അതിനു മുമ്പ് താൻ തന്റെ മോളോട് തന്നെ ചോദിച്ചു നോക്ക്, അവളെ സ്നേഹിച്ച എന്റെ അനിയൻ ഹരിയാണോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന യോഗ്യനാണോ എന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് എന്താ ഇതൊക്കെ? ഹരിയായിട്ടുള്ള വിവാഹത്തിന്റെ ഡാഡി സമ്മതിച്ചല്ലേ? ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ലെന്ന്. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കൽ ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോകും. പട എടോ, പണമുണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. ഇല്ലെങ്കിലേ സ്വന്തം വീട്ടിൽ തെണ്ടിപ്പിള്ളേർ ഇതുപോലെ കേട്ട് നിരങ്ങും. കാരണം ഇതൊക്കെയാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. കാശില്ലാത്തവൻ എന്നും അപമാനമേ വിധിച്ചിട്ടുള്ളൂ. നിനക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമങ്ങളുടെ കൂമ്പാരത്തിൽ ഈ ചെറു വിഷമം കൂടി ഉൾപ്പെടുത്തിയേരെ. വേറൊന്നും വിചാരിക്കരുത്. 3 പവന്റെ മോതിരം നഷ്ടപ്പെടുത്താനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കിപ്പോഴില്ല. അബ്ബേ, ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. നിന്റെ ഈ ആഗ്രഹം നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.